കിഷ്കിന്താണ്ടത്തെ കണ്ട ഒരു വിജയനുണ്ട്. പിന്നെ റൈറ്റിൽ കൊണ്ട് പിന്നെയും ഞെട്ടിച്ചൊരു വിജയനുണ്ട്. ഇതിലും അതേപോലെ ക്യാരക്ടർ. ഒരാളെ കൊണ്ട് ആ ഒരു ഒരേ ഏജിൽ തന്നെ ഇങ്ങനത്തെ പല ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് ചെറിയൊരു കാര്യമല്ല അത്. ചേട്ടന് ഒരേപോലെ എക്സ്പീരിയൻസും ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടൻ? ഭയങ്കര ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ടർ. ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. വിജയരാഘവൻ എന്ന് പറയുന്നത് അങ്ങനെ സീനിയർ ആണെങ്കിലും പുതിയ ആളെ പോലെ ഓരോ സിനിമയിലും വർക്ക് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എത്രയോ വർഷമായിട്ട് ഒരുപാട് അച്ഛൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഈ ടൈപ്പ് ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് പലപ്പോഴും നമ്മളെപ്പോഴും നോക്കുകയാണ്, നമുക്കും ഒരേപോലത്തെ കഥാപാത്രങ്ങളാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സിനിമകളിൽ ഇങ്ങനെ കിട്ടി തുടങ്ങുക. സിമിലർ ആയിട്ടുള്ള നേരത്തെ ഷാജൻ പറഞ്ഞ പോലീസ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ചില ചില സിമിലാരിറ്റീസ് ഇങ്ങനെ ക്യാരക്ടേഴ്സിൽ വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിട്ട് നമുക്ക് പെർഫോം ചെയ്യാന്നുള്ളതിലൊക്കെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കുട്ടേട്ടൻ. അല്ലെങ്കിൽ മുമ്പ് നമ്മൾ തിലകച്ചേട്ടനെ കണ്ടിട്ടുണ്ട്. ഒരു പള്ളിയിൽ ചെന്ന് അടുത്ത പള്ളിയിൽ ചെന്ന് ഒരു ബന്ധം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറിൽ നിന്ന് അടുത്ത പോലീസ് ഓഫീസർ കാണുമ്പോൾ ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ വ്യത്യസ്തമായിട്ടാണ് അവർ ക്യാരക്ടേഴ്സിനെ ഉൾക്കൊണ്ട് ചെയ്യാറുള്ളത്. അപ്പൊ ആ നിലയ്ക്ക് അതുപോലെ തന്നെയാണ് കുട്ടേട്ടൻ്റെ കാര്യത്തിൽ. കുട്ടേട്ടൻ അങ്ങനെയാണ്. അതിന് വേണ്ടിയിട്ട് കുട്ടേട്ടൻ ഞാനിപ്പോ എപ്പോഴും അത്ഭുതപ്പെടുന്നത്, ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഇത്രയും സിനിമകൾ ചെയ്തിട്ടും ഒരു സിനിമയ്ക്ക് സെറ്റ് രാവിലെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്ക് തന്റെ സീനോടും ആ ക്യാരക്ടറിനോടും ഒക്കെ ഉള്ള കൗതുകവും എക്സൈറ്റ്മെന്റും ഒക്കെ ഭയങ്കര വലുതാണ്. അതിന്റെ കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി പിടിവാശി ഞാൻ ഉദ്ദേശിച്ചത് കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയധികം ആർക്കുകയും ശ്രമിക്കുകയും അതിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ആക്ടർ എന്നതിൽ എനിക്ക് ഭയങ്കര റെസ്പെക്ട് ആണുള്ളത്. അത് ഏതൊരു ആക്ടർക്ക് മാതൃകയാക്കാവുന്ന സീനിയർ നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം. എവിടെയെങ്കിലും 500 എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിന് ടച്ച് വന്നതായി നമുക്ക് തോന്നിയിട്ടുണ്ട്? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? വിജയരാഘവൻ ചേട്ടൻ പറഞ്ഞായിരുന്നു, ദിലീഷ് ചേട്ടന്റെയും ഷാജോൺ ചേട്ടന്റെയും കഥാപാത്രം കണ്ടപ്പോ എനിക്കത് ചെയ്യാൻ തോന്നി, അസൂയ തോന്നിയിട്ടുണ്ടെന്ന്. അപ്പൊ 3 മക്കളെ അത്രയധികം സംരക്ഷിക്കുന്നതിനെ കുറിച്ച് കർക്കശക്കാരനായിട്ടുള്ള ഔസേപ്പ് എവിടെയെങ്കിലും 500 എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം നമുക്ക് ഓർമ്മ വന്ന പോലെ തോന്നി? അങ്ങനെ എവിടെയെങ്കിലും അങ്ങനെ തോന്നിയൊന്നുമില്ല. അങ്ങനെ ഒരു ഇതിനപ്പുറത്തേക്ക് ഇപ്പം കുട്ടേട്ടൻ പറഞ്ഞ ആ പോയിന്റ് വളരെ ചിലപ്പം കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ എന്റെ ക്യാരക്ടറായാലും ഷാജോന്റെ ക്യാരക്ടറും ഏതൊരു ആക്ടറും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങളിലൊന്നാണ്. കാരണം അത്രയധികം മാനസികാവസ്ഥകളിലൂടെയും വേരിയേഷൻസിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർഗ്രാഫ് എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല. അത്ര നമുക്കിപ്പോ ഒരു ക്യാരക്ടറായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഓരോ സിറ്റുവേഷന് ഓരോ മികച്ച സിറ്റുവേഷൻസ് നമുക്ക് കിട്ടണം. ഒരു ഈ ക്യാരക്ടർ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അയാൾക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള മികച്ച സിറ്റുവേഷൻസ് ഈ ക്യാരക്ടറിന് നേരിടേണ്ടി വരുമ്പോഴാണ് നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്റെയും ഷാജോന്റെയും ക്യാരക്ടർ തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഒരുപാട് സമ്പന്നമാണ്. ക്യാരക്ടർ റിലേറ്റഡ് കാര്യത്തിൽ ഒരുപാട് സമ്പന്നമാണ്. അത് മാക്സിമം നന്നാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നടന്ന് കൊള്ളാം, നന്നായിട്ടുണ്ട്. ഡയറക്ടർ സർ, ഔസേപ്പിന്റെ ഒസ്യത്ത് എന്നുള്ള സിനിമയിലെ ഔസേപ്പ് എന്ന ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്നത് വിജയരാഘവൻ സാറാണ്. എന്തുകൊണ്ടാണ് വിജയരാഘവൻ സാർ ഈ പ്രസ് മീറ്റിന് വരാതിരുന്നത്? ഈ സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷത അല്ലെങ്കിൽ മാർക്കറ്റിംഗിനായാലും ഈ സിനിമ ഏറ്റവും കൂടുതൽ വിശേഷപ്പെട്ടിരിക്കുന്നത് കിഷ്കിന്താകാന്ഡത്തിന് ശേഷം വിജയരാഘവൻ സാർ ചെയ്യുന്ന ഒരു മികച്ച കഥാപാത്രം എന്നുള്ള രീതിയിലാണ്. അതിന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ഒരു ഔസേപ്പ് എന്നുള്ള കഥാപാത്രമായിട്ട് വിജയരാഘവൻ സാറിനെ ചൂസ് ചെയ്തത്? ഈ ഔസേപ്പിന്റെ ക്യാരക്ടർ ഒരു ക്യാരക്ടർ ആർക്കും ഇമോഷണൽ ആർക്കും അത് ആ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പുള്ളിയുടെ മാനേഴ്സും അതെല്ലാം അതിന് ആപ്റ്റാണെന്ന് തോന്നി. അതുകൊണ്ട് നമ്മള് കുട്ടേട്ടനെ തന്നെ അതിനകത്ത് ഫിക്സ് ചെയ്തത്.